വാട്സപ്പിൽ എല്ലാവരും ആഗ്രഹിച്ചതുപോലെ എല്ലാവർക്കും യൂസർ നെയിം ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് വാട്സപ്പ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പ്രൈവസി അത്രയ്ക്കും സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ യൂസർ നെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാവർക്കും ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നമ്പറാണ് സെൻഡ് ചെയ്യൽ. ഇനി അതിനു പകരം നിങ്ങൾക്ക് യൂസർ നെയിം മാത്രം സെൻഡ് ചെയ്യാം. എന്നിട്ട് കോളും ചാറ്റും എല്ലാം ചെയ്യാൻ സാധിക്കും. യൂസർ നെയിം സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയ ഭാഷയിലാക്കാൻ പാടില്ല. അതായത് ഇംഗ്ലീഷിൽ മാത്രമേ സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് മറ്റൊരാൾ, അതായത് നിങ്ങളുടെ പേര് ഇപ്പോൾ സൽമാൻ ആണ്. അപ്പോൾ സൽമാൻ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ചുവപ്പ് കളറിലാണെങ്കിൽ നിങ്ങൾ മറ്റൊന്ന് സെറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഡോട്ടോ 1 2 3 അങ്ങനെ സെറ്റ് ചെയ്യണം. കാരണം ആ ഒരു വ്യക്തി, അതായത് സൽമാൻ എന്ന പേര് വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്ത പേരിൽ അതേ സെയിമിൽ നമുക്ക് വേറൊരാൾക്ക് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ സൽമാൻ ആണെങ്കിൽ സൽമാൻ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഡോട്ടോ 1 2 3 എന്തെങ്കിലും കൊടുത്തിട്ട് അത് ഗ്രീൻ ഡോട്ട് ടിക്ക് മാർക്ക് വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും. എടുത്ത ഉടനെ തന്നെ യൂസർ നെയിം നമുക്ക് സാധാരണ സെർച്ച് ബാറിൽ നമ്മുടെ നമ്പർ സെർച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചാറ്റ് ചെയ്യാം. ഇനി യൂസർ നെയിം എന്ത് ചെയ്യാം? നിങ്ങൾ അതുപോലെ യൂസർ നെയിം എന്താണോ അത് ഇട്ടിട്ട് നിങ്ങൾ മുകളിൽ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ അത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ യൂസർ നെയിം ഇപ്പോൾ സെറ്റ് ആക്കി കഴിയുന്ന സമയത്ത് ആ ഒരു സെറ്റ് ആക്കലോട് കൂടെ തന്നെ നിങ്ങൾക്ക് അപ്രൂവ് ആയി കിട്ടണമെന്നില്ല. നിങ്ങൾ സെറ്റ് ചെയ്ത് അത് വാട്സപ്പ് അപ്രൂവ് ചെയ്തതിൻ്റെ മെസ്സേജ് വന്നാൽ മാത്രമാണ് ഈ ഒരു സെർച്ചിൻ്റെ ഓപ്ഷനൊക്കെ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ആ ഒരു അപ്രൂവ് അംഗീകരിക്കണം. ഇനി സാധാ പോലെ നമ്പർ ഉപയോഗിച്ച് മറ്റൊരാൾക്ക് ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ഒരു യൂസർ നെയിം ഉപയോഗിച്ച് നിങ്ങൾ ഒരു ഗ്രൂപ്പ് അഡ്മിന് ആ ഒരു ഗ്രൂപ്പിലേക്ക് യൂസർ നെയിം ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും നിലവിൽ വന്നിട്ടില്ല. അതുമാത്രമല്ല, നിങ്ങൾക്ക് യൂസർ നെയിം എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി എങ്ങനെ ഇത് സെറ്റ് ചെയ്യാം എന്നുള്ള കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണാൻ സാധിക്കും. ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കും. ഈ പ്രൊഫൈൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ യൂസർ നെയിം എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിലെയും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നിലവിലെ യൂസർ നെയിം സെറ്റ് ചെയ്യാം. അങ്ങനെ ആയിരിക്കും കൂടുതൽ ആളും സെറ്റ് ചെയ്യാൻ സാധ്യത. എന്നാൽ അപ്പോൾ ഇങ്ങനെ യൂസർ നെയിം സെറ്റ് ചെയ്താൽ ഒരാൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് പ്രൊഫൈലിന് താഴെ ആ ഒരു ഇൻസ്റ്റഗ്രാം ID അവിടെ കാണിക്കും. അങ്ങനെ ഇൻസ്റ്റഗ്രാമിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നിങ്ങൾക്ക് മറ്റൊരു യൂസർ നെയിം സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് യൂസർ നെയിം എന്ന പറഞ്ഞ ഈ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ചാനലിൻ്റെ പേര് കൊടുക്കാം, ടിപ്നോ എന്ന് കൊടുക്കാം. ടിപ്നോ എന്ന് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അത് ഗ്രീൻ ഡോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സേവ് ചെയ്യാൻ സാധിക്കും. ഇനി അതിൻ്റെ കൂടെ ഇപ്പോൾ ഓൾറെഡി എല്ലാവരും എടുത്തിട്ടുണ്ടാകും. എൻ്റെ ഒരു പേര് സൽമാൻ എടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഇങ്ങനെ ഈ ഒരു റെഡ് അലർട്ട് കാണിക്കും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു ഡോട്ട് കൊടുക്കുക. ഡോട്ട് കൊടുത്താലും ചിലപ്പോൾ സാധിക്കില്ല. അതിൻ്റെ കൂടെ ഒരു 1 2 3 4 5 എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് 6 7 കണ്ടില്ലേ, ഇത്രയും ആളുകൾ സൽമാൻ ഡോട്ട് 1 2 3 4 5 6 വരെ ആളുകൾ എടുത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടാനുസരം നിങ്ങൾ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഈ ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റൊക്കെ ഇടണം.